രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണി യോഗത്തിൽ നടത്തിയ പ്രസംഗം ശ്രദ്ധേയമായിരുന്നു, വിവാദമായിരുന്നു. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇവിടെ എത്തിയ എല്ലാ നേതാക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നതിന് നന്ദി അറിയിക്കുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ അടുത്ത സുഹൃത്തും തമ്മിൽ വലിയ ഒരു തർക്കമുണ്ടായി, വാഗ്വാദമുണ്ടായി. ഞാൻ അവനോട് പറഞ്ഞു, നീ ചെയ്യുന്നതൊക്കെ തീർത്തും അന്യായമാണ്. അവൻ എന്നോട് പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: ലോകം തന്നെ അന്യായമാണ്, അതുമായി പൊരുത്തപ്പെടുക. കോൺഗ്രസ് പാർട്ടിയെപ്പറ്റി ഇവിടെ ഉയർന്ന എല്ലാ ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി പറയാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ശിവ പാരമ്പര്യത്തിൽ പറയുന്നത് പോലെ എല്ലാം വിഴുങ്ങുകയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. എന്നെപ്പറ്റിയോ കോൺഗ്രസ് പാർട്ടിയെപ്പറ്റിയോ കൂടുതൽ വിമർശനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും പറയുക. സന്തോഷത്തോടെയും പുഞ്ചിരിയോടെയും അത് സ്വീകരിക്കും. കാരണം ഞങ്ങളുടെ റോൾ അടിസ്ഥാനപരമായി നിങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇത് ഞാൻ അഹങ്കാരത്തോടെ പറയുന്നതല്ല. ഞങ്ങളുടെ ഡ്യൂട്ടി നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ, സൗഹൃദത്തോടെ ഒരുമിച്ച് നിർത്തുക എന്നതാണ്. 2004 മുതൽ ഞാൻ കോൺഗ്രസ് MP ആണ്. അന്നാണ് ഞാൻ ആദ്യമായി മത്സരിച്ചത്. ഞങ്ങളുടെ പാർട്ടി ഇന്ത്യയിലെ മറ്റ് പാർട്ടികളിൽ നിന്ന് അടിസ്ഥാനപരമായി വ്യത്യസ്തമായി ക്രമീകരിക്കപ്പെട്ട ഒരു പാർട്ടിയാണ്. കാരണം ആധുനിക ഇന്ത്യ നിലവിൽ വരുന്നതിന് മുമ്പ് ഈ പാർട്ടി ഒരു പ്രതിരോധ പ്രസ്ഥാനമായി, ചെറുത്തുനിൽപ്പിൻ്റെ പ്രസ്ഥാനമായിട്ടാണ് ആരംഭിച്ചത്. എല്ലാ ഇന്ത്യക്കാരും തുല്യരാണെന്ന ആശയത്തെ പ്രതിരോധിക്കുന്ന, സംരക്ഷിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. RSSൻ്റെ കാഴ്ചപ്പാടിനോട് അടിസ്ഥാനപരമായി വിയോജിപ്പുള്ളവരാണ് ഞങ്ങൾ. BJPയുമായോ RSSുമായോ ചേർന്ന് നിൽക്കുകയോ അവരുമായി സഹകരിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ ഭേദം കോൺഗ്രസ്സുകാരായി മരിക്കുന്നതാണ്. RSSുമായി BJPയുമായി യോജിക്കണമെങ്കിൽ ഞങ്ങളുടെ തല വെട്ടിമാറ്റേണ്ടി വരും. ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരെ എനിക്കറിയാം. അവർ പറയും, ഞങ്ങളുടെ തല വെട്ടിമാറ്റിക്കോളൂ, പക്ഷേ RSSന് മുന്നിൽ ഞങ്ങൾ കീഴടങ്ങില്ല. ഈ കൂട്ടായ്മയിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. SP, TMC, RJD തുടങ്ങിയ പാർട്ടികൾ ഇതുവരെ ഉപയോഗിച്ചിരുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നതാണ് ആശയക്കുഴപ്പം. ഇന്ത്യൻ രാഷ്ട്രീയം നിഷ്പക്ഷമായ ഒരു പ്ലേ ഗ്രൗണ്ടായിരുന്നപ്പോൾ ആ ഐഡിയകളൊക്കെ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ ആ സാഹചര്യം നിലവിലില്ല. BJP ഈ രാജ്യത്തിൻ്റെ മുഴുവൻ സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കുന്നു. BJP രാജ്യത്തെ നിയമവ്യവസ്ഥയെ നിയന്ത്രിക്കുന്നു. BJP രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികളെ നിയന്ത്രിക്കുന്നു. BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നിയന്ത്രിക്കുന്നു. TMCയിലെ എൻ്റെ നിരവധി സുഹൃത്തുക്കൾക്ക് പശ്ചിമ ബംഗാളിൽ അവർക്ക് വലിയ വിജയമുണ്ടാകുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ അവരോട് തുടർച്ചയായി പറഞ്ഞിരുന്നു, നിങ്ങൾ സ്വപ്ന ലോകത്താണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഗുജറാത്തിൽ ഞാനത് കണ്ടിട്ടുണ്ട്, മധ്യപ്രദേശിൽ ഞാനത് കണ്ടിട്ടുണ്ട്, ഛത്തീസ്ഗഡിൽ ഞാനത് കണ്ടിട്ടുണ്ട്, ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഞാനത് കണ്ടിട്ടുണ്ട്. എന്നിട്ടും നിങ്ങളിൽ പലർക്കും അത് ബോധ്യപ്പെട്ടിട്ടില്ല. രാഷ്ട്രീയത്തിൻ്റെ നിഷ്പക്ഷത ഇല്ലാത്ത സമയത്തും കോൺഗ്രസിന് പ്രവർത്തിക്കാനും നിലനിൽക്കാനും കഴിയും. ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കപ്പെടുകയും പിടിച്ചെടുക്കപ്പെടുകയും ചെയ്യുന്നത്രയും ശക്തമായി കോൺഗ്രസ് ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാൻ പോരാടും. എല്ലാവരും കോൺഗ്രസിൻ്റെ ആശയങ്ങൾ പങ്കുവെക്കുന്നവരാണ്. ആ ആശയങ്ങൾ സത്യം, അഹിംസ, കാരുണ്യം. ഇവിടെയുള്ള പ്രധാന വിഷയമെന്താണ്? നിങ്ങളുമായി പോരടിക്കാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല. ഞാൻ ഭ്രാന്തനല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എഴുന്നേറ്റ് നിങ്ങളോട് പോരാടും എന്ന് ഞാൻ പറയില്ല. 2024 തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിച്ചു.
നമ്മൾ 2024 തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ തോറ്റിട്ടില്ല. നിതീഷ് ജി എന്തുകൊണ്ടാണ് പോയതെന്ന് നിങ്ങൾ ചോദിച്ചു. അത് എൻ്റെ കാരണമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ കാരണമല്ല. സമീപ ഭാവിയിൽ ഇതുവരെ പ്രവർത്തിച്ചിരുന്ന ചില രാഷ്ട്രീയ മിഷണറികളും പ്രവർത്തനരഹിതമാകും. കാരണം BJPയും RSSും രാഷ്ട്രത്തിൻ്റെ മേലുള്ള അവരുടെ പിടി കൂടുതൽ ശക്തമാക്കുകയാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് ഇതേ അവസ്ഥ അഭിമുഖീകരിച്ചിരുന്നു. 1927 മുമ്പ് കോൺഗ്രസ് കേവലം ഒരു രാഷ്ട്രീയ സംഘടന മാത്രമായിരുന്നു. പക്ഷേ ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ നിമിഷം മുതൽ കോൺഗ്രസ് ഒരു പ്രതിരോധ പ്രസ്ഥാനമായി മാറി, ചെറുത്തുനിൽപ്പിൻ്റെ പ്രസ്ഥാനമായി മാറി. രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്താണ് പ്രവർത്തിക്കുക? ചെറുത്തുനിൽപ്പ്, പ്രതിരോധം പ്രവർത്തിക്കും. ചെറുത്തുനിൽപ്പ് വിജയിക്കും. ഞങ്ങൾ എവിടെയെല്ലാം ചെറുത്തുനിന്നു അവിടെയെല്ലാം വിജയിച്ചിട്ടുണ്ട്. അത് എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. ഈ രാജ്യത്തുടനീളം 4000 കിലോമീറ്റർ ഞാൻ നടന്നിട്ടുണ്ട്. പ്രതിരോധം ഫലപ്രദമാണ്, ചെറുത്തുനിൽപ്പ് ഫലപ്രദമാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയ സംവിധാനങ്ങൾ ആവശ്യമില്ല, നിങ്ങൾക്ക് ബ്യൂറോക്രസി ആവശ്യമില്ല, നിങ്ങൾക്ക് രഹസ്യാന്വേഷണ ഏജൻസി ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് പ്രതിരോധത്തിൻ്റെ ഒരു മനോഭാവമാണ്. ഞാൻ പ്രതിരോധിക്കും, അനീതി അനുവദിക്കില്ല. അതാണ് അവസാന വാക്ക്. ചെറുത്തുനിൽപ്പ് ഒരു സംഘടനയല്ല, ഇത് ഒരു ചിന്താ രീതിയാണ്. നമ്മൾ പോകേണ്ട വഴി ചെറുത്തുനിൽപ്പിൻ്റെ പാതയാണ്. നമ്മുടെ മനോഭാവം മാറണം. നിങ്ങൾ കരുതുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണ്. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പ് ഇതിനകം നാം ജയിച്ചു കഴിഞ്ഞതാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ഇത്രയധികം കോപമുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പ് ഇതിനകം തന്നെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രശ്നം RSS രാജ്യത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്.